ISL നടക്കുമോ ഇല്ലയോ എന്നിങ്ങനെ തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ISL എല്ലാ ക്ലബ്ബുകളെയും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ISL ഒഫീഷ്യലി തന്നെ ഒരു ഹോൾഡിലേക്ക് മാറുന്നു എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ക്ലബ്ബുകളെയും ISLൻ്റെ അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് പല ആളുകളും ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. AIFFും അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് അവർ ഇന്ന് വിട്ടിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അവർ ISL നടത്തുവാനായിട്ടുള്ള എല്ലാ പരിശ്രമത്തിലുമാണ്. അതിനുവേണ്ടിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നും നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. 2024 വരെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം 2025 മാർച്ച് 5-നും ഒക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ടായതാണ്. പക്ഷേ അതൊന്നും കൃത്യമായ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇനി സുപ്രീം കോർട്ടിൻ്റെ ഒരു വിധിക്ക് വേണ്ടിയൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നീ തരത്തിലുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് AIFF പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒക്കെ തന്നെ ആരാധകരിലേക്ക് എത്തിക്കുകയും അവർ ചെയ്തിട്ടുണ്ടായതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ISL നീണ്ട 11 വർഷവും തുടർന്ന് വളരെ മികച്ച സ്ട്രക്ചേർഡായിട്ട് പോവുകയും ISL അങ്ങനെ ഒരു നല്ലൊരു ആരാധക പിന്തുണ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനിടെ ബിൽഡ് ചെയ്യുകയും ഇതിനേറെ പറയുന്നു ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗായിട്ട് ISL മാറുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. ISL പ്രമോഷൻ ലഭിച്ച ഐ ലീഗിൽ നിന്ന് പ്രമോഷൻ ലഭിച്ച ISLലേക്ക് പല ഐ ലീഗ് ക്ലബ്ബുകളും വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. ഇങ്ങനെയൊക്കെ നിന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റ് MRA കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഒരു ഒരു ക്രൈസിസ് വരികയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും കരാറുമായിട്ട് ബന്ധപ്പെട്ട് കരാർ പുതുക്കുന്ന പ്രശ്നവുമായിട്ടൊക്കെ തന്നെ നീങ്ങി മാറുകയും ചെയ്തിട്ടുണ്ടായെന്നാണ്. ഇങ്ങനെയൊക്കെ തുടർന്ന സാഹചര്യത്തിലായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ രാവിലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ജീസസ് ജിമിനസ് ക്ലബ്ബ് വിട്ടു എന്ന തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് വിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാർത്തയും കൂടി അറിഞ്ഞപ്പോഴാണ് ആരാധകർക്ക് കൂടുതൽ ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇനി ISLൻ്റെ ഭാവി അല്ലെങ്കിൽ ISL നടക്കുമോ എന്ന തരത്തിലുള്ള സംശയം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് വിടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു താരമായിരുന്നു ജീസസ് ജിമിനസ്. കാരണം അദ്ദേഹത്തിന് ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺട്രാക്റ്റ് എല്ലാം മാറ്റി മ്യൂച്വൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ടേംസ് തന്നെയാണ് ക്ലബ്ബുമായി വേർപിരിക്കുകയും പോളിഷ് ടോപ്പ് ടയർ ലീഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കളിക്കുന്ന ബ്രുക്ബെറ്റ് ടെർമലിക്ക നിച്ചസെ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു ഇന്നലെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാഴ്ചവെച്ചിട്ടുണ്ടായത്. അതിന് പിന്നാലെയായിരുന്നു ISL എല്ലാ ക്ലബ്ബുകളെയും ISL ഒഫീഷ്യലി തന്നെ ഹോൾഡിലേക്ക് പോകുന്ന തരത്തിലുള്ള ആ ഒരു അപ്ഡേറ്റും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്താകും ISLൻ്റെ ഭാവി എന്നാണ് ഓരോ ആരാധകരും സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ISLൻ്റെ അധികൃതരെ അല്ലെങ്കിൽ AIFFനെ ഒക്കെ തന്നെ അവരുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരിൽ നിന്നൊരു അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ജീസസ് ജിമിനസ് ക്ലബ്ബ് വിട്ടതോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ തങ്ങളുടെ വിദേശ താരങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മാർക്കസ് മിലാവ് എന്ന് പറയുന്ന പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക്, അതായത് വിദേശ താരങ്ങൾക്ക് മറ്റു ക്ലബ്ബുകൾക്ക് നിന്ന് ഓഫറുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലബ്ബുകളിലേക്ക് നീങ്ങാം. അതിലൊരു നിയമ തടസ്സമോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ആ ഒരു ഓഫർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ എന്നൊരു കൃത്യമായിട്ടൊരു ഓപ്ഷൻ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നൽകുന്നുണ്ട്. നിലവിലെ ISLുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ് ഇതിനൊരു കാരണം നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലവിൽ അവശേഷിക്കുന്ന 3 വിദേശ താരങ്ങളായിട്ടുള്ള നോഹ സദോയ്, ഡുസാൻ ലെഗാട്ടർ, അതും തന്നെ അഡ്രിയാൻ ലൂണ, ഈ 3 താരങ്ങൾക്കും പുതിയ ടീമുകളുമായിട്ട് ചർച്ചയിലൊന്നുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ ഇവർ കുറച്ചു കാലം കൂടി ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തുടരുവാൻ തന്നെയാണ് സാധ്യത. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാൻ തന്നെയാണ് സാധ്യത. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതിന് പുറമെ തന്നെ ഒരുപക്ഷെ വരുവാനായിട്ട് പോകുന്ന ISLൻ്റെ 12ാം സീസൺ പോലും ഇനി നടക്കുവാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ISL ടീമുകളും താരങ്ങളെ സൈൻ ചെയ്യുന്ന കാര്യങ്ങളിൽ രംഗത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. FC ഗോവ ഒരു താരത്തിൻ്റെ സൈനിങ് ജസ്റ്റ് കുറച്ച് നേരങ്ങൾക്ക് മുമ്പായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിലുള്ള റിപ്പോർട്ട് മാർക്കസ് മില്ലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്ലബ്ബുകളെല്ലാം തന്നെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് തന്നെ താരങ്ങളൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. ഇനി ISL നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പാരലായിട്ട് മറ്റൊരു ലീഗ് വരുമ്പോൾ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ISLൻ്റെ ഭാവി എന്താവുമെന്ന തരത്തിലുള്ള ആ ഒരു കാര്യമൊക്കെ തന്നെ.